Namaste, Sat Shri Akal and Vanakkam to Let's Dance Season 2. ഒരു പുതിയ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. I know you all were waiting for it. ഇന്ന് നമുക്കുള്ളത് 3 റൗണ്ട്സ് ആണ്. 1980s Golden Hits round, Comedy round and Creature round. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് റൗണ്ട്സ് ആണ്. ഷോ തുടങ്ങുന്ന മുമ്പ് സ്വാഗതം ചെയ്യാം നമ്മുടെ beautiful panel of judges. Please welcome Laila Majnu, Romeo Juliet, Shanti Master. Okay, welcome judges. ഇന്ന് 3 റൗണ്ട്സ് വളരെ ഇൻട്രസ്റ്റിംഗ് റൗണ്ട്സ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് പോകാൻ പോകുന്നത്. ഈ ലൈല മജ്നുടെ ഓരോരു ഇൻട്രഡക്ഷൻ ആക്ഷൻ എന്തോ ഒരു പുതുമയാണ്. ചിലപ്പോൾ കരാട്ടെ കിങ് കുങ്ഫു അതൊക്കെ കാണിക്കും, പിന്നെ എന്തൊക്കെയോ ഇതെല്ലാം കാണിച്ച് ഇപ്പൊ എന്തായിരുന്നു ജയ് ഹിന്ദ എങ്ങനെ എന്തോ ഒരു റോയൽ സല്യൂട്ട് അല്ലേ. നമ്മുടെ ഈ വരാൻ പോകുന്ന ജോഡി കൺസിസ്റ്റന്റ് ആയി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ 1980s ഗോൾഡൻ ഹിറ്റ്സ് റൗണ്ടിൽ നമുക്ക് നോക്കാം how does Akhil and Lakshmi perform. Welcome Akhil, Lakshmi. Akhil, Lakshmi, 1980s hits round ആണ്. നന്നായിട്ട് ചെയ്യാം. I know you guys will do well. Okay, all the best. Thank you. കവിളിനൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി നിന്റെ ചോടിയിൽ വിരിയുമാറിനാളികൾ മകനുകരും. കവിളിനൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി എന്റെ മനസ്സിന്റെ മാലിൽ തീരഭൂവിൽ മലരിട്ടുമാകണ്ട ശാഹികളിൽ കളിയിലെന്നും കുയിലുകൾ പാടി കരിവള കൊട്ടി പുഴയതു പാടി വനജോത്സ്ന പൂവിടുന്ന വനികയിൽ പാടുവാനായി അഴകിന്നഴകേ നീ വരുമോ. കവിളിനയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി എന്റെ നിന്റെ തൊടിയിൽ വിരിയും അലറിനാളികൾ മധുമുടരും. അയ്യട നന്നായിരിക്കുന്നു. ഈ മനുഷ്യന് നാടല്ലേ. കവിളിനൈ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴി കവിതയുമായി വായന്റെ ഗാഥ നിന്റെ ചൊടിയിൽ വിരിയും അലറിനാളികൾ മധുമുകരും. ഇതെന്തൊരു ശല്യ.
La 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 la. La 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 la. Ding dang da 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 ding dang da 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 ding dang da 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 boom. വിഷ്വലി നമ്മൾ ഒരു പ്രസന്റേഷനിൽ നിങ്ങൾ പറയാതെ തന്നെ നമുക്കത് മനസ്സിലാവണം. ഇന്നത് സ്വപ്നമായിരുന്നു, ഇത് ഇങ്ങനെയായിരുന്നു, അവൻ ഈ ഉറക്കത്തിന് ഉണർന്നതാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവണം. ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. നിങ്ങൾ ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മൂമെന്റ്സ് ഒക്കെ ഇറ്റ് വാസ് ഓക്കെ. എങ്കിലും ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കാരണം അതൊരു വലിയൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. ഒരു നമുക്ക് എൻജോയ് ചെയ്തില്ല. ഒരു മുறை വന്ന് பார்த்தாயா ഒരു മുறை വന്ന് பார்த்தாயா നീ ഒരു മുறை വന്ന് பார்த்தாயா എൻ മനം നീ അറിந்தாയോ ലക 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 ലക. കോമഡി എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകുന്നത്. ആ ഒരു എലമെന്റ് ആയിരുന്നു മിസ്സിങ്. ബാക്കി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, കോസ്റ്റ്യൂം, പെർഫോമൻസ്, നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ കോസ്റ്റ്യൂമാണ്. ശരിക്കും ഞാൻ ആലോചിക്കുക, ഇത് നോർമലി നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ പല കോസ്റ്റ്യൂംസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് എന്ത് മെറ്റീരിയൽ ആണെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. അഖിൽ, ലക്ഷ്മി ഒരു ബ്യൂട്ടിഫുൾ, ഒരു നൊസ്റ്റാൾജിക് ആയൊരു പെർഫോമൻസ് ആയിരുന്നു. ബിക്കോസ് മോഹൻലാൽ സാറിന്റെ ഒരു വൺ ഓഫ് ഹിസ് ബെസ്റ്റ് മൂവീസ്. ആൻഡ് ലക്ഷ്മി, എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു പേര് കൊടുക്കണം ഫോർ യു. യു ആർ ലൈക്ക് എ ജമ്പിംഗ് ജാക്ക്. യു നോ, യു കീപ് ജമ്പിംഗ് ഫ്രം ഹിയർ ആൻഡ് ഷി കീപ്സ് ജമ്പിംഗ് ഫ്രം ദെയർ ഇൻ ഓൾ ദ സ്റ്റെപ്സ്. ഓക്കെ, അപ്പം നമുക്ക് കമന്റ്സിലേക്ക് പോകാം. സ്റ്റാർട്ട് വിത്ത് ശാന്തി മാസ്റ്റർ. ഹലോ അഖിൽ. ഹായ് മാം. ലക്ഷ്മി, 1980s ഗോൾഡൻ ഹിറ്റ്സ് റൗണ്ട്സ് അല്ലേ? റൗണ്ട്. മോനു, ഇതുവരെ മോൻ എത്ര റൗണ്ട്സ് ചെയ്തിട്ടുണ്ടാവും ഈ സീസണിൽ? ഒരുപാട് റൗണ്ട്സ് ചെയ്തതല്ലേ? ഇതുവരെ ഒരു, അതായത് നിന്റെ തലമുടിയോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെന്ന് മോന് തോന്നിയിട്ടില്ല? ഞാൻ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടോ? ഇതൊരു 80s റൗണ്ട് ആയതുകൊണ്ടും ഈ ഒരു വേഷം ഇട്ടിട്ട് പിന്നെ ഇടയ്ക്ക് ലാസ്റ്റ് ഇങ്ങനെ വന്നത് ആരായിട്ടാണ്? മോഹൻലാൽ. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനായിട്ടുള്ള ഒരു ചേഞ്ച് വേണ്ടേ? നമുക്ക് എന്താണെന്നറിയോ, ആ ക്യാരക്ടർ അല്ല നമ്മുടെ മനസ്സിൽ വരുന്നത്, അഖിലായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. യു ഹാവ് ടു ചേഞ്ച് യുവർ അപ്പിയറൻസ് മോനു. നല്ല പ്രസൻറ്റേഷൻ എന്ന് ഞാൻ പറയില്ല, ഇറ്റ് വാസ് ലിറ്റിൽ അമെച്യൂരിറ്റി ഉണ്ടായിരുന്നു കൊറിയോഗ്രാഫിയിലും പിന്നെ നിങ്ങൾ ചെയ്ത രീതിയിലും. ഇടയ്ക്ക് മോൻ ലക്ഷ്മി വെളിയിൽ പോയപ്പോൾ മോൻ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നല്ലോ, അതെന്താ ആ ഫില്ലിങ്, ആ മ്യൂസിക് അത്രയും ഫില്ല് ചെയ്തിട്ട്, അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് ചെയ്തു, ഇവള് വെളിയിൽ പോയി, പിന്നെ നീ അവൾക്ക് വേണ്ടി കാത്തിരുന്നു, അവള് വന്ന വഴിക്ക് തന്നെ ഡാൻസ് തുടങ്ങി. ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടതാണ്. എന്ത്? അവള് വരുന്നതായിട്ട്, അവളുടെ കൂടെ കളിക്കുന്നതായിട്ട്. ഇത് അവസാനാണോ തുടക്കമാണോ? ആദ്യം ഇങ്ങനെ ഉറങ്ങിയതിനു ശേഷം പിന്നെ വന്നിട്ട് സ്റ്റെപ്പ് ചെയ്തത്. അവളുടെ രണ്ടാമത്തെ വരവ് എന്താണ്, സ്വപ്നമായിരുന്നോ റിയാലിറ്റി ആയിരുന്നോ? അവള് വന്നിട്ട് മോൻ ഇങ്ങനെ കാത്തിരിപ്പ്, അവള് വന്നു, നീ അത് സ്വപ്നമായിരുന്നു. അപ്പൊ ഏതാണ് റിയാലിറ്റി? ആദ്യത്തെ സ്വപ്നമായിരുന്നു, അതിനുശേഷം രണ്ടാമത് വന്ന് അടുത്തിരിക്കുന്നതാണ് ഇങ്ങനെ വീഴുന്നതായിട്ട് കാണിച്ചത്. അതെ, നീ പോയി ഡ്രീമിൽ നിന്ന് മാറിയതാണ്. അത് കൺവേ ആയിട്ടില്ല കണ്ണ. വിഷ്വലി നമ്മൾ ഒരു പ്രസന്റേഷനിൽ നിങ്ങൾ പറയാതെ തന്നെ നമുക്കത് മനസ്സിലാവണം. ഇന്നത് സ്വപ്നമായിരുന്നു, ഇത് ഇങ്ങനെയായിരുന്നു, അവൻ ഈ ഉറക്കത്തിന് ഉണർന്നതാണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവണം. ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. പിന്നെ ഈ സോങ്ങിൽ ഫുൾ അവളുടെ പുറകെ നീ പോവും, അവൾ അടിക്കും, ഇത് പാട്ടിലുള്ള ഇത് അങ്ങനെയാണ്. പക്ഷെ ഈ മൊത്തം ആക്ടിവിറ്റീസും പിന്നെ ഇടയ്ക്ക് രണ്ടുപേരും ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ചേർന്ന് ഡാൻസ് ചെയ്യും, അത് ഐ വാസ് നോട്ട് ദാറ്റ് കൺവിൻസ്ഡ് അബൌട്ട് ദാറ്റ്. മനസ്സിലായോ? ആൻഡ് മോന് ഇപ്പോഴും ആ പഴയ സ്റ്റൈല് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതിൻ്റെ ചാലഞ്ച് അതാണ്. 80s എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ആക്ഷൻ, ആ ഒരു കാലഘട്ടത്തിൻ്റെ സ്റ്റൈൽ തന്നെ ചെയ്യണമായിരുന്നു. മോൻ്റെ ബോഡിയിൽ ഈ ഇപ്പോഴത്തെ ഈ ട്രെൻഡാണ് ഇപ്പോഴും ഉള്ളത്. മനസ്സിലായോ? യു ഹാവ് ടു കൺവേർട്ട് യുവർ സെൽഫ് ഇൻ ടു ദാറ്റ്. ഇറ്റ് വാസ് ഓക്കെ, ഇറ്റ് വാസ് എൻ ഓക്കെ പെർഫോമൻസ്. ലക്ഷ്മി ആൻഡ് അഖിൽ ക്യാൻ ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ കണ്ടതേക്കാട്ടിലും വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന, പിന്നെ നല്ല കഴിവുള്ള
എനിക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നിങ്ങൾ. സോ ഐ ഡോണ്ട് എനി വീക്ക് പെർഫോമൻസസ് ഫ്രം യു. ഓക്കെ, ദിസ് ഇസ് ദ തേർഡ് ലെവൽ. വിഷിംഗ് യു ഓൾ സക്സസ് ഫോർ യുവർ ഫർദർ റൗണ്ട്സ്. താങ്ക് യു മാം. റോമിയോ ജൂലിയറ്റ്. അഖിൽ ലക്ഷ്മി, മാസ്റ്റർ പറഞ്ഞ സെയിം കമൻ്റാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എനിക്കും ഫീൽ ചെയ്തത് നിങ്ങളുടെ ആ സ്റ്റാർട്ടിങ് ഒന്നുകിൽ നിങ്ങൾ ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ഡാൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാൾ പിണങ്ങി മറ്റേ പ്രപ്പോസ് ചെയ്യാനായിട്ട് നടക്കണം. ഇത് രണ്ടുമല്ല. എനിക്ക് ഫീൽ ചെയ്തതാണ്. ഇപ്പം ലക്ഷ്മി ഇടയ്ക്ക് ഹാപ്പി ആയിട്ട് അഖിലിൻ്റെ കൂടെ അങ്ങ് ഡാൻസ് ചെയ്യും, അത് കഴിഞ്ഞ് ഈ മനുഷ്യന് നാണമില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഉടക്കാണ്. അപ്പം ഞാൻ വിചാരിച്ച നിങ്ങളൊരു ഫോഴ്സ് ചെയ്യിച്ച് ഡാൻസ് ചെയ്യിക്കുന്നത് പോലെ, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഡാൻസ് മൂവ്മെൻറ്റ്സ് വരുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നതിന് എനിക്ക് തോന്നി. ബാക്കി നിങ്ങൾ ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇറ്റ് വാസ് ഓക്കെ. എങ്കിലും ഈ ഒരു കോൺസെപ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കാരണം അതൊരു വലിയൊരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു. നമുക്ക് എൻജോയ് ചെയ്തില്ല. പിന്നെ ആ ലാസ്റ്റുള്ള 3 അടിയെന്ന് പറഞ്ഞാൽ ആ സിനിമയിലുള്ളത് പോലെ തന്നെ നമ്മൾ അത് കാണിച്ച് അത് നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു യൂഷ്വൽ ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ മാസ്റ്റർ പറഞ്ഞ പോലെ ഗെറ്റപ്പ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് എന്തെങ്കിലും പുതുതായിട്ടൊരു നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ കൂടെ വേണം. ഇത് ചുമ്മാ ഒരു സോങ് ഇട്ട് നിങ്ങൾ അങ്ങ് പെർഫോം ചെയ്തു എന്നുള്ളത് മാത്രമേ ഫീൽ ചെയ്തുള്ളൂ. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലൈല മജ്നു. അഖിൽ ആൻഡ് ലക്ഷ്മി, കാര്യങ്ങളൊക്കെ വ്യക്തമായല്ലോ, പിന്നെ അധികം സംസാരിക്കേണ്ട. 1980s എന്ന് പറഞ്ഞാൽ മലയാള സിനിമയുടെയും മലയാള സംഗീതത്തിൻ്റെയും ഒക്കെ വസന്തകാലമാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സും സിനിമകളും അഭിനേതാക്കളും സംവിധായകരും ഒക്കെ ഉണ്ടായിട്ടുള്ള സമയമാണ്. അപ്പോൾ 1980s എന്നുള്ള ഒരു റൗണ്ട് ഇവിടുന്ന് തരുമ്പോൾ അത്രയും ഒരു കാൽക്കുലേഷൻ അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം നമ്മൾ ഈ എല്ലാ സോങ്സിലും വെറുതെ നടക്കുക, അടിക്കുക, തല്ലുകൂടുക എന്നുള്ളതിനപ്പുറം ഒരുപാട് പെർഫോം ചെയ്യാൻ സ്കോപ്പുള്ള ഒരു കാലഘട്ടമാണ് 1980s. അപ്പോൾ അത് കുറച്ചുകൂടെ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് ഉള്ളത്. കാരണം നിങ്ങൾക്കിത് നിസ്സാരമായി ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നും ഒരുപാട് അപ്പുറത്താണ്, ഒരുപാട് മുകളിലാണ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ നിരാശയാണ് ഞങ്ങളിൽ കാണുന്നത്. ബട്ട് നിങ്ങൾ ചെയ്തതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്ത് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നു. ആൻഡ് 1980s എന്ന് പറഞ്ഞാൽ ഇതിലും അപ്പുറം എന്തൊക്കെയോ ഉണ്ടെന്ന് പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്യാൻ ഇവിടുത്തെ പാർട്ടിസിപ്പൻസിന് സാധിക്കണം. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഉറ്റുനോക്കുന്നതും. ആൻഡ് വൺ മോർ കാര്യം, ഡാൻസ് എന്ന് പറയുമ്പോൾ ഒത്തിരി ബീറ്റ് മിസ്സായതാ. ഒത്തിരി ബീറ്റ് സിമ്പിളായിട്ട് പറയുമോ, ഒന്നും ചെയ്തിട്ടില്ല. അതെല്ലാം മൂവ്മെന്റ്സ് ആണല്ലേ, അതെല്ലാം ഒരു പ്ലേ ചെയ്യുന്ന സ്ഥലമാണ്. ഇറ്റ്സ് ഈസി ടു പ്ലേ തിങ്സ്, ക്യൂട്ടായിട്ട് പ്ലേ ചെയ്യുന്ന സ്ഥലമാണ് അതെല്ലാം. ആൻഡ് യുവർ കോസ്റ്റ്യൂംസ് എവറിത്തിങ് ഇൽസ്. യെസ്, ലക്ഷ്മി ഇത് കുറച്ച് 80s പറയാം, അത്രയും പറയാൻ പറ്റില്ല കോസ്റ്റ്യൂം. സോ ഇതെല്ലാം ശ്രദ്ധിക്കണം. ഒരു സോങ് 18 എടുക്കുമ്പോൾ വെറുതെ ചുമ്മാ വെറുതെ പെർഫോം ചെയ്യണമെങ്കിൽ അത് ഒരു സോങ്ങിന് ആവില്ലല്ലോ. സോ ഇറ്റ് വാസ് വെരി വെരി ഓക്കെ പെർഫോമൻസ്. ഇറ്റ് വാസ് നോട്ട് എ ഗ്രേറ്റ് ഓർ ഗുഡ് പെർഫോമൻസ് എന്ന് പറയാൻ പറ്റില്ല. സോ ഇതാണ് പ്രശ്നം. മാർക്ക് കമ്മിയാവുമ്പോൾ നമ്മൾക്ക് ദേഷ്യം, എലിമിനേറ്റ് ആകുമ്പോൾ നമ്മൾക്ക് പ്രശ്നം ഉണ്ടാവും. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാം? ഞങ്ങൾ മാർക്കല്ല കൊടുക്കുന്നത്, നിങ്ങളെ പെർഫോമൻസ് കാണുന്നുണ്ട്. സോ not to the mark, it should be better. Anyway, all the best. Thank you. Okay, Shanti Master, marks. So I'll give you 7 on 10. 7 on 10. Romeo Juliet? 8 on 10. 8 on 10. Laila Majnun? 6 on 10. 6 on 10. 21 out of 30. കുഴപ്പമില്ലാത്ത മാർക്സ് അല്ലേ? പക്ഷേ we expect more from you because already ഫസ്റ്റ് റൗണ്ട്സ് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തു. അടുത്ത റൗണ്ട് നന്നായിട്ട് ചെയ്യാം. നോ പ്രോബ്ലം. ഓൾ ദി ബെസ്റ്റ്. ഒരു മുறை வந்து பார்த்தாயா, ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா, என் மனம் நீ அறிந்தாயோ. ലക 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 ലക. കോമഡി എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകുന്നത്. ആ ഒരു എലമെന്റ് ആയിരുന്നു മിസ്സിങ്. ബാക്കി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കോസ്റ്റ്യൂം, പെർഫോമൻസ്, നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ കോസ്റ്റ്യൂമാണ്. ശരിക്കും ഞാൻ ആലോചിക്കുന്നത്, നോർമലി നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ പല കോസ്റ്റ്യൂംസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് എന്ത് മെറ്റീരിയൽ ആണെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. ഇനി
കുറച്ച് കളിച്ചിരിയായാലോ? കോമഡി റൗണ്ടില് സ്വാഗതം ചെയ്യാം പൊട്ടാസ് ബോംബ്. വരൂ വരൂ വരൂ. ഓക്കെ, മധു, സാൻഡ്ര. ഓക്കെ, വേഷം ഒരു ആണിന്റെ ആണ്, ബട്ട് വാട്ട് ഈസ് ദ ക്യാരക്ടർ? അച്ഛനായിട്ടാണ്. അച്ഛൻ. ഓക്കെ, മോളാണോ? മോളാണല്ലേ? വെരി ബ്യൂട്ടിഫുൾ കിഡ്, യു നോ, സോ സുന്ദരി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ ദിസ് റൗണ്ട്. താങ്ക് യു. വെൽക്കം ബാക്ക് ടു സൂപ്പർ ഡാൻസർ ജൂനിയർ. ഇന്നത്തെ ഫസ്റ്റ് ഓഡിഷൻ റൗണ്ടിലേക്ക് ആദ്യമായി വേദി തകർക്കാൻ എത്തുന്നു നമ്മുടെ പൊട്ടാസ് ബോംബായ മധു മതി. ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா, என் மனம் நீ அறிந்தாயோ, திருமகள் துன்பம் தீர்த்தாயா, அன்புடன் கையடைத்தாயோ, உன் பெயர் நித்தமிங்கு அன்பே அன்பே நாதா, உன் பெயர் நித்தமிங்கு ஓதிய மங்கை என்று உனது மனம் உணர்ந்திருந்தும் எனது மனம் உன்னை தேட ஒரு முறை வந்து பார்த்தாயா, நீ ஒரு முறை வந்து பார்த்தாயா. Mabasani da ba ma sa 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 ma 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 ga 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 sa sa ma tom tom tom. Mabasani da ba ma sa 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 ma 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 ga 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 sa sa ma ta tari gir ta ga dum tari gir ta ga dim tari gir ta ga jenu ta ga ditillana da ga di tari gir ditillana da ga di tari gir jenu ta dhimi ta tari gir tom tom tom. Mabasani da ba ma sa ni da. അങ്കനമാ മൗലി മണി തിങ്കളാസെ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി, മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി, ഇളങ്കോവടികൾ ശീലംബു നൽകി, തമിഴകമാകയും ശൃംഗാരറാണി നിൻ പഴമൊഴി കൊഞ്ചലിൻ ചോലയായി.
മത്സരങ്ങൾ നല്ലതാണ്. പക്ഷേ ഇതുപോലെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും നിർബന്ധം മൂലം നഷ്ടമാകുന്നത് കുരുന്നുമക്കളുടെ യഥാർത്ഥ കഴിവുകളാണ്. മത്സരങ്ങൾ നല്ലതാണ്. യഥാർത്ഥ കഴിവുകൾ മനസ്സിലാക്കുക, പ്രോത്സാഹിപ്പിക്കുക. കോമഡി എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകുന്നത്. ആ ഒരു എലമെന്റ് ആയിരുന്നു മിസ്സിങ്. ബാക്കി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, കോസ്റ്റ്യൂം, പെർഫോമൻസ്, നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ കോസ്റ്റ്യൂമാണ്. ശരിക്കും ഞാൻ ആലോചിക്കുക, ഇത് നോർമലി നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ പല കോസ്റ്റ്യൂംസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് എന്ത് മെറ്റീരിയൽ ആണെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. വാട്ട് എ കോൺട്രാസ്റ്റ് സോങ് പെർഫോമൻസ് ആയിരുന്നു. ശോഭന മാം ഇത് കണ്ടാൽ അയ്യോ, ഐ കാൺ എക്സ്പെക്ട് ഹെർ റിയാക്ഷൻ. മധു, സാൻഡ്ര, കോമഡി റൗണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ലൈക്ക് നന്നായിട്ട് ചെയ്തു? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ല. പക്ഷെ മധു, ഇനി കമന്റ്സ് നമുക്ക് ശാന്തി മാസ്റ്ററുടെ നിന്ന് അറിയാം. മധു, സാൻഡ്ര, നമുക്ക് ഈ പെർഫോമൻസ് കണ്ടപ്പോൾ എന്താ മനസ്സിലായതെന്ന് വെച്ചാൽ കോമഡി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. ശരിക്കും അല്ലേ? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. ഇത്ര കോമഡിയൻസ് അല്ലേ ഒരുപാട് സിനിമകളിലും സ്റ്റേജിലും നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ നമ്മൾ അറിയാതെ ചിരിച്ചു പോകും. എനിക്കിതിൽ പറയാനുള്ളത്, ഇറ്റ് വാസ് നോട്ട് നിങ്ങൾ വിചാരിച്ച അത്രയും ഒരു സക്സസ്ഫുൾ ആയില്ല. എന്താണെന്നറിയോ? പാട്ട് സെലക്ഷൻ ഒന്ന്, പിന്നെ നിങ്ങൾ കാണിച്ച ഇപ്പം അതൊക്കെ വിട്. ഓഡിഷനിൽ ഒരിക്കലും ഞങ്ങൾ അച്ഛന്മാരെയോ അമ്മമാരെയോ അകത്ത് കയറ്റില്ല. അവർ വന്ന് കറക്ഷൻ പറയാനോ അവർ വന്ന് ഇടയ്ക്ക് പഠിപ്പിക്കുന്നത് സംഭവമേ ഇല്ല. പിന്നെ ഈ അവസാനം ഈ ഓഡിയൻസ് ഈ പേപ്പർ എറിയുന്നത്, കല്ലെറിയുന്നത് അതും ഉണ്ടാവില്ല. ബിക്കോസ് ഓഡിഷനിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. വെറും ജഡ്ജസും പിന്നെ കണ്ടസ്റ്റൻസ് മാത്രം. പിന്നെ കണ്ടസ്റ്റൻസിന് എല്ലാ ഫ്രീഡമും ഉണ്ട് ഓഡിഷനിൽ. അവരുടെ കഴിവ് ഫുൾ എന്താണെന്ന് വെച്ച് കാഴ്ചവെക്കാനുള്ള ഫ്രീഡം അവർക്കുണ്ട്. സോ ഇത് ഒരു തെറ്റിദ്ധാരണയായി പോവും. ഡാൻസ് അറിയാത്ത കുട്ടികൾ, ചില പാരൻസിന്റെ പ്രഷർ ഉണ്ട്. പാരന്റ്സിന്റെ ഒരു ഇത് ചെയ്യാൻ പക്ഷെ പാരന്റ്സ് ഞങ്ങൾ അനുവദിച്ചില്ലല്ലോ. അല്ല, കാരണം ഒരു കോൺസെപ്റ്റ് എടുത്താൽ അത് കറക്റ്റായ രീതിക്ക് നമ്മളത് പ്രസന്റ് ചെയ്യണം. സോ അത് കോൺസെപ്റ്റിൽ തന്നെ ഒരു മേജർ എറർ വന്നു. പിന്നെ മനഃപൂർവ്വം ചെയ്ത മാതിരിയായിരുന്നു. ഇപ്പം അച്ഛനായിട്ടോ അല്ല, അച്ഛൻ ഇച്ചിരി ചെറുതായിപ്പോയി. അപ്പോൾ അവൾ ആദ്യം സാൻഡ്രയെ നമുക്ക് ഒരു അച്ഛനായിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ മധുയുടെ വേഷം നല്ലതാണ്. മധുവിന് ഈ വേഷം നന്നായിട്ട് ചേരുന്നു. മാത്രമല്ല ഇവിടെ കാണുന്ന ഒരു ചെറിയ ഏരിയ അല്ലേ, അത് നല്ലതായിരുന്നു. ഓക്കെ, ഇത് ഒരു വട്ട് കേസ് പോലെയായിരുന്നു. ഡാൻസ് അറിയാത്ത കുട്ടി ചെയ്ത മാതിരിയല്ല, ഒരു കിളിപ്പോയ ഒരാൾ വന്ന് ചെയ്ത മാതിരി ആയിരുന്നു. അച്ഛനും അത് തന്നെയായിരുന്നു. മെയിൻ പ്രശ്നം ഇവിടെ ആരാന്ന് വെച്ചാൽ അച്ഛനുണ്ട് ആ പ്രശ്നം. അച്ഛൻ്റെ ഡാൻസിലും ആ സെയിം കുഴപ്പങ്ങളുണ്ട്. അതുകൊണ്ടാണ് മോൾ ഇങ്ങനെ ഡാൻസ് ചെയ്തത് അല്ലേ? അതെ അതെ. സോ നമ്മൾ ഈ കോമഡി റൗണ്ടിൽ നിങ്ങളുടെ ഈ അറ്റംപ്റ്റ് ഓക്കെ, നിങ്ങൾ വിചാരിച്ച അത്രയ്ക്ക് സക്സസ്ഫുൾ ആയില്ല. ഓക്കെ, ട്രൈ സംതിങ് ബെറ്റർ. അതും കൂടി ആ ഒരു സ്റ്റൈലും. ഇപ്പോൾ കോമഡി റൗണ്ട് വെച്ചാൽ ചുമ്മാ ഒരു റൗണ്ട് അല്ല നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും? ചുമ്മാ വന്ന് ഡാൻസ് ചെയ്തിട്ട് പോയാൽ ദർസ് നത്തിങ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? സോ ഒരു രസത്തിന് വേണ്ടിയിട്ട് ആ ഒരു ഇതിലും കൂടി, ആ ഒരു ഫാക്ടറിലും കൂടി നിങ്ങൾക്ക് എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കോമഡി റൗണ്ട്. നന്നായിരുന്നു. സോ ലേൺ ദാറ്റ്, ടേക്ക് ഇറ്റ് ആസ് എ ലേണിംഗ് പ്രോസസ് ആൻഡ് ട്രൈ ടു ഡു ബെറ്റർ the next attempt. Thank you, Master. Madhu and Sandra, this performance didn't make me laugh. It was not that entertaining. இது ஒரு நார்மல் ரவுண்ட், ஒரு உங்க இஷ்டத்துக்கு ஒரு ரவுண்ட் கொடுத்தா நீங்க பண்ணா எப்படி இருக்குமோ அது நல்லா இருந்தது ஒரு இது. பட் அது ஒரு காமெடின்னு வரும்போது இந்த கான்செப்ட் அந்த ஆப்டால அண்ட் இட் வாஸ் நாட் ஹிட் ஆல்சோ. And I felt Sandra was very tiny for the father character.
ஷி வாஸ் லுக்கிங் வெரி ஸ்மால். ரொம்ப குட்டியாக இருந்தது சாண்ட்ரா வந்து இந்த கேரக்டருக்கு. பட் மது, ஆஸ் ஃபார் அஸ் த பர்ஃபார்மன்ஸ் யூ டிட் வெல். பட் காமெடி அவுட்புட் வாஸ் நாட் அப் டு த மார்க். வரல, காமெடியே வரல. அண்ட் some places they were clumsy, and this concept, I don't know, this concept is not that good for the comedy. എല്ലാവരും പറഞ്ഞു, ഇപ്പം മാസ്റ്റർ പറഞ്ഞ ഒരു കമൻറ്റ് സാന്ദ്ര ചെറുതായി പോയെന്നാണ്. ഇവൻ നിങ്ങൾ ഇങ്ങനെ ഒരു എക്സ്ചേഞ്ച് ചെയ്യേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. ഇത് മധു തന്നെ അച്ഛൻ ക്യാരക്ടർ ചെയ്തിരുന്നെങ്കിലും കുറച്ചും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാമായിരുന്നു. നിങ്ങൾ കോമഡി ചെയ്യാൻ വേണ്ടി ചെയ്താണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഒരു എത്ര ടഫാണെന്നുള്ളത്. പക്ഷെ എങ്കിലും ഈ ഒരു അറ്റംപ്റ്റ് ഇറ്റ് വാസ് എ ഫെയിലിയർ. കാര്യങ്ങൾ ക്ലിയർ ആയി. നമ്മുടെ കോമഡി വർക്കൗട്ട് ആയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമഡി ഒരു ഷോർട്ട് ആണെങ്കിലും ഒരു സെക്കൻഡ് ആണെങ്കിലും ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഏറ്റവും മിസ്റ്റേക്ക് പറ്റിയത് എനിക്ക് തോന്നുന്നു സോങ് ആണെന്ന് തോന്നുന്നു. ആ സോങ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്. അത് ഒരു സെക്കൻഡിൽ കുറച്ച് നേരത്തേക്ക് ഓക്കെ ആണത്. നമ്മൾ പല സ്കിറ്റുകളിലും പെർഫോമൻസുകളിലും കണ്ടിട്ടുണ്ട്. ത്രൂ ഔട്ട് ആ സോങ് എടുക്കുമ്പോൾ നമുക്കത് ഏറ്റവും മനോഹരമായി കാണാൻ തന്നെയാണ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടം. ത്രൂ ഔട്ട് ആ ഒരു സോങ് കോമിക്കായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നും. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മെസ്സേജ് റൗണ്ടായി പോയി. ലാസ്റ്റ് നിങ്ങളൊരു മെസ്സേജ് കൂടെ ആഡ് ചെയ്തു. ഇപ്പോൾ മാസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇത്തരം സീക്വൻസുകൾ റിയാലിറ്റി ഷോയിൽ നടക്കില്ല, കലോത്സവങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള വേദികളിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് സ്കിറ്റായി നമ്മൾ ഒരുപാട് സ്റ്റേജസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ തുടക്കം ഇതായിരിക്കും, ഇത് അവസാനിക്കുക എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കോമഡി എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മൾ പൊട്ടിച്ചിരിച്ചു പോകുന്നത്. ആ ഒരു എലമെൻ്റ് ആയിരുന്നു മിസ്സിങ്. ബാക്കി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, കോസ്റ്റ്യൂം, പെർഫോമൻസ്, നിങ്ങളുടെ ആക്ഷൻസ് ഒക്കെ നിങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കോമഡി ഒരു ലക്കാണ്, അതൊന്ന് തുണച്ചില്ലാന്ന് തോന്നുന്നു. സാരമില്ല, ഓൾ വിഷസ്. ഓക്കെ, അപ്പം മധു സാൻഡ്ര കോമഡി റൗണ്ട് ഇപ്പം കോമഡി ആവോ മാർക്സും? ശാന്തി മാസ്റ്റർ, I'll give you 6 on 10. 6 on 10. Romeo Juliet 6.5. 6.5 on 10. Laila Majnu 6.5. Madhu Sandra 19 out of 30. അടുത്ത റൗണ്ടിൽ നമുക്ക് കവർ അപ്പ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. ഏറ്റവും ഇംപ്രസീവായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ കോസ്റ്റ്യൂമാണ്. ശരിക്കും ഞാൻ ആലോചിക്കുക, ഇത് നോർമലി നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ പല കോസ്റ്റ്യൂംസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് എന്ത് മെറ്റീരിയൽ ആണെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. നമ്മുടെ ലാസ്റ്റ് റൗണ്ട് ക്രീച്ചർ റൗണ്ട് ആണ്. വളരെ വ്യത്യസ്തമായ ഒരു റൗണ്ട് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ടസ്റ്റന്റ് ഇപ്പം വരാൻ പോകുന്നത് ഓൾ ദി അതർ റൗണ്ട്സിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്, ഡിഫറെന്റ് കോമിക്കൽസ് ആണ് കാണിച്ചത്. വെൽക്കം ജിഷ്ണുദാസ് ആൻഡ് സുഹേദ്. ജിഷ്ണുദാസ് ആൻഡ് സുഹേദ്, എനിക്ക് നിങ്ങൾക്ക് മൈക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. But just nod, okay? Yes and no, okay? Kaka? Vulture? Kodu? Kodu, mosquitoes. Okay, ഞാൻ മോസ്റ്റ്ലി കൊതുവിനെ അടിക്കാറേ ഉള്ളൂ. അപ്പൊ ഇനി നോക്കാം നിങ്ങൾക്ക് അടിയാണോ നല്ല മാർക്സ് ആണോ കിട്ടുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.
സുഹേദ് ജിഷ്ണുദാസ്, നിങ്ങൾ ആ മോൺടീൻ ആണോ? മോൺടീൻ. ആ, എന്റെ വീട്ടിലെ കൊതുകളൊക്കെ എങ്ങനെ ഡാൻസ് കളിക്കാൻ തുടങ്ങിയാൽ എനിക്ക് രാത്രി ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ക്രീച്ചർ റൗണ്ട് എങ്ങനെ ഇവർ ജസ്റ്റിഫൈ ചെയ്തോ ഇല്ലയോ നമുക്ക് നോക്കാം. സ്റ്റാർട്ട് വിത്ത് ശാന്തി മാസ്റ്റർ. സുഹേദ് ആൻഡ് ജിഷ്ണുദാസ് വളരെ ഒരു നല്ല ചാലഞ്ചിങ് അറ്റംപ്റ്റ് ആയിരുന്നു. വെരി ചാലഞ്ചിങ്. ഒരു നമ്മൾ ക്രീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ മേ ബി നമ്മൾ സാധാരണ സ്ഥിരം എടുക്കുന്ന കോൺസെപ്റ്റ് അല്ലാതെ നിങ്ങൾ ഒരു കൊതുകിൻ്റെ ഡാൻസ്. ഇപ്പോൾ ഈ അടുത്തൊരു സിനിമ റിലീസായല്ലോ, ഈച്ച, മലയാളത്തിലെ ഈച്ച അല്ലേ. അപ്പം അതൊക്കെ കണ്ടിട്ട് ഇപ്പം നമുക്ക് മനസ്സിലായി ഇപ്പം എല്ലാ പ്രാണികളും എല്ലാ ഇതിലും എല്ലാവർക്കും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും ലൈഫിൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്ന കോൺസെപ്റ്റ് ഇറ്റ് വാസ് വെരി വെരി നൈസ് ആൻഡ് ഇൻട്രസ്റ്റിംഗ്. കൊതുകൾ ഇപ്പോൾ ഇത് എങ്ങനെ ജോഡിയായിട്ടാണോ, ബ്രദർ സിസ്റ്റർ ആണോ, കൂട്ടുകാരനാണോ, എങ്ങനെ വേണമെങ്കിൽ എടുക്കാം. അതിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല. പക്ഷെ ഒരു റിവെഞ്ച് ഉണ്ടായിരുന്നല്ലോ. ജിഷ്ണുദാസ് അവസാനം ഫ്രണ്ടിനോ എൻ്റെ ജോഡിക്ക് എന്തോ അപകടം പറ്റിയപ്പം അവനെ പോയി അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നല്ലേ. പക്ഷെ ഫീലിങ്സ് ഉണ്ടോ ഇല്ല നമുക്ക് അറിയില്ലല്ലോ. ഫീലിങ്സ് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അവനെ അറ്റാക്ക് ചെയ്യാൻ പോയതല്ലേ ലാസ്റ്റ്. അവിടെ ഒരു ടൈമിംഗ് തെറ്റിപ്പോയി മോനു. അതില് നമ്മുടെ വീഡിയോകളിൽ വന്ന ആ കൈയടിക്കുന്നത് നിങ്ങളുടെ ആക്ഷനുമായിട്ടുള്ള ഓരോ ഇത് സിങ്ക് ആയില്ല. പ്രസന്റേഷൻ നല്ലതായിരുന്നു. ഓപ്പണിംഗ് മോൻ വന്ന്, അതായത് ആകാശത്തിന് വന്നത്, ദാറ്റ് വാസ് ഓൾസോ വെരി ചാലഞ്ചിങ്. ഇറ്റ് വാസ് റിസ്കി. നന്നായിരുന്നു. സംതിങ് വാസ് മിസ്സിങ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു കോർഡിനേഷൻ മിസ്സായി, നിങ്ങൾ രണ്ടുപേരും സിങ്ക് ആയില്ല ആ പറയാനുള്ള ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല ഈ കൊറിയോഗ്രാഫിയിൽ. പക്ഷെ ഒന്നോ രണ്ട് സ്ഥലത്ത് ചെയ്തതിലും there was no coordination and തപ്പിക്കൊണ്ടിരുന്നു അടുത്തത് എന്താണ്. വാട്ട് വാസ് ദ പ്രോബ്ലം പറയോ? എന്തോ ബ്രീത്ത് അൺകൺട്രോൾഡായി. ഇത് ഈ മാസ്ക് ഇട്ടപ്പോ സംതിങ് വാസ് there. എനിക്ക് കോസ്റ്റ്യൂം ഡിസൈനിങ് വളരെ ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. നമ്മളുടെ കൊറിയോഗ്രാഫർ ഷാനിക്കയുടെ ക്രിയേഷനാണ്. മീൻസ് നമ്മൾ വിചാരിച്ചൊരു പ്രോപ്പർട്ടി ഇവിടെ എത്തിപ്പെട്ടില്ല. അപ്പോൾ ഇന്നിവിടെ മറ്റേ ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് പാത്രം കഴുകണ ഒരു കമ്പി മെറ്റീരിയൽ എടുത്തിട്ടാണ്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. താങ്ക് യു. It is getting actually, Sija, now are you getting the idea of the creature round? Yes. It's not the usual. നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന പെർഫോമൻസസ് അല്ല ഈ റൗണ്ട്. കാരണം they are getting very creative and the presentation is getting better. പക്ഷേ presentation എല്ലാം നന്നായിരുന്നു. Only the problem with the contestants. Okay Kanna, wishing you all good luck for your further rounds. Thank you. Romeo Juliet. സുഹൈദ് ജിഷ്ണുദാസ്, എലഗൻ കോസ്റ്റ്യൂം എന്ന് ഞാൻ പറയാനായിട്ട് വരികയായിരുന്നു. കാര്യം ഏറ്റവും ഇമ്പ്രസീവായിട്ട് എനിക്ക് തോന്നിയത് നിങ്ങളുടെ കോസ്റ്റ്യൂമാണ്. ശരിക്കും ഞാൻ ആലോചിക്കാം, ഇത് നോർമലി നമ്മൾ ഡാൻസ് ചെയ്യുമ്പോൾ പല കോസ്റ്റ്യൂംസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് എന്ത് മെറ്റീരിയൽ ആണെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചിരുന്നത്. അതുപോലെ തന്നെ ഒരു നല്ലൊരു ഡിസൈനർ സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾ അത്രയും പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തതുപോലെയാണ്. അത്രയും ഫാന്റാസ്റ്റിക് കോസ്റ്റ്യൂമാണ്. പിന്നെ നിങ്ങളുടെ ഒരു അറിയാലോ, സുഹൈദ് ജിഷ്ണുദാസ് എന്ന് പറഞ്ഞ ഒരു സാധാരണ ഡാൻസേഴ്സ് അല്ല. ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ വളരെ വളരെ കൂടുതലാണ്. നിങ്ങൾ ആ റോപ്പിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തത് ഒരു ഭയങ്കര ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നോ വറീസ്, നമുക്ക് ഇനി റൗണ്ട്സ് ഉണ്ട്. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും, ഒന്നും ഡിസപ്പോയിൻറ്റഡ് ആവണ്ട. എനിവേ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Thank you. Della Majnu. Hi brothers. ഇത്രയും പെർഫോമൻസ് ചെയ്തു. പക്ഷേ നമ്മൾ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പം നിങ്ങൾ ചെയ്തില്ലേ, ഇത് കുറച്ച് സ്പെഷ്യൽ എഫക്ട്സ് അതുപോലെ ഉണ്ടെങ്കിൽ ഇത് കുറച്ച് ബെറ്റർ ആവും. ബിക്കോസ് ഇതിൽ നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ അതിൽ പ്ലസ് ഒരു സൗണ്ട് ഉണ്ടാവും. നമ്മൾ കൊതുവിലെ ഒരു സൗണ്ട് ഉണ്ടാവും, ഇറിറ്റേറ്റിംഗ് സൗണ്ട് ഉണ്ടാവും. അത് ബിഗിനിങ്ങിൽ നിങ്ങളുടെ മ്യൂസിക് വാസ് വെരി നൈസ്, പ്രോപ്പർ ഒരു സ്റ്റോറി പോലെ ഉണ്ടാവും. പക്ഷേ ഇത് ഒരു ഡാൻസും ഇല്ല, ഒരു ക്രിയേറ്റിവിറ്റി റൗണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്, ഹാസ് ടു ബി ജസ്റ്റിഫൈഡ്. It wasn't not like Suhaid Jishnudas performance undavalla adupole illa ee performance, but it was a good attempt, good try.
choreographer would have done better ആണ് ഞാൻ വിചാരിക്കുന്നത്. It was okay for me. Thank you, sir. All the best. താങ്ക് യു. അപ്പോൾ മാർക്സിലേക്ക് പോകാം അല്ലേ? ഓക്കെ, ഈ ഒരു നല്ല അറ്റംപ്റ്റിന് എത്ര മാർക്സ് ആണ് ശാന്തി മാസ്റ്റർ? I'll give you 8 on 10. 8 on 10. Romeo Juliet. 8 on 10. 8 on 10. Laila Majnu. I was not little convinced. I know how better you do. I'll give you 7. 7 on 10. 23 out of 30. കുഴപ്പമില്ലാത്ത മാർക്ക്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു റൗണ്ട് എല്ലാവർക്കും ഒരു പുതുമയാണ്. ബിക്കോസ് ഇനി ഞാൻ ശ്രദ്ധിക്കാൻ പോവാ എൻ്റെ വീട്ടിലുള്ള കൊതുകളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ ബിഹേവിയറൊക്കെ. ഓക്കെ, അപ്പോൾ ജിഷ്ണു സുഹേദാസ് നല്ലൊരു ട്രൈ, നല്ലൊരു അറ്റംപ്റ്റ്. അടുത്ത പ്രാവശ്യം ഡോണ്ട് വറി, വി ക്യാൻ കവർ അപ്പ് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഓൾമോസ്റ്റ് കം ടു ആൻ എൻഡ്. ബട്ട് അതിന്റെ മുമ്പ് ഹൂ ഇസ് ദ ബെസ്റ്റ് പെയർ ഓഫ് ദ ഡേ? ശാന്തി മാസ്റ്റർ കണ്ടസ്റ്റൻസ് വിളിക്കാല്ലേ? Contestants, please. Shanti Master. Sija, to your surprise, ഇന്ന് 3 ജോഡികളിൽ ആരുമേ ആ ഒരു ബോണസ് പോയിന്റ് കൊണ്ടുപോകുന്നില്ല. എനിക്ക് ആക്ച്വലി സങ്കടമുണ്ട്. ഈ 3ാമത്തെ ലെവലിൽ എന്തൊക്കെയോ, അതായത് 3ഉം വേറെ വേറെ റൗണ്ട് ആയിരുന്നു. അത് നിങ്ങൾ 3 പേരും നമ്മൾ വിചാരിച്ച അത്രയ്ക്ക് ചെയ്തിട്ടില്ല. സോ ഇനി അടുത്ത റൗണ്ടിൽ പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ഡൾ മൂഡ് നമുക്ക് ഇച്ചിരി മാറ്റിയെടുക്കാം. അഖിൽ ലക്ഷ്മി, ഏതാണ് റൗണ്ട് നിങ്ങളുടെ? 1980s. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ജഡ്ജിങ് പേരിൽ ഒരു 1980s ഒരു ഔട്ട്ലുക്കിൽ ഒരാൾ വന്നിട്ടുണ്ട്. ആരാണത്? സരയു. പിന്നെ മാത്രമല്ല ഈ ലെവലിൽ നമുക്കൊരു പുതിയ ഒരു ലൈലയാണ് സരയു. അപ്പോൾ എനിക്ക് സരയും നമ്മുടെ അഖിൽ തന്നെ ഈ പെർഫോമൻസിൽ ചെയ്ത നമ്മുടെ അഖിൽ തന്നെ സരയുടെ കൂടെ ചെയ്യും. കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കവിതയുമായി നിന്റെ ചോരിയിൽ വിരിയുമാലരിനാടികൾ മകനുകരും. കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമീ കവിതയുമായി മനസ്സിന്റെ മാലിൽ തീരഭൂവിൽ മലരെട്ടുമാകണ്ട ശാഖികളിൽ കളിയിലെങ്ങും കുയിലുകൾ പാടി കരിവല കൊട്ടി തുഴയതു പാടി വനജോത്സ്ന പൂവിടുന്ന വനികയിൽ പാടുവാനായി അഴകിന്നഴകേ നീ വരുമോ? അങ്ങനെ ഇന്നൊരു അടിപൊളി എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത ദിവസം വീണ്ടും കാണാം നല്ല നല്ല പെർഫോമൻസസുമായി. Till then, this is me, Suja, signing off from Let's Dance Season 2. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട്, ഈ നീലക്കണ്ണുള്ള എൻ വേളിപ്പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ. ഈ പെർഫോമൻസിൽ ത്രൂ ഔട്ട് റിൻസൻ അവൻ്റെ ഹൈറ്റ് വിട്ടിട്ട് സ്മിതയുടെ ഹൈറ്റിന് അനുസരിച്ച് അവൻ്റെ ബോഡി ഇങ്ങനെ താഴ്ത്തി അല്ലേ, അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരുപാട് സ്റ്റെപ്സ്. നറുമുഖയേ നറുമുഖയേ
நீ ஒரு நாழிகை நில்லாய் செங்கனி ஊறிய வாய் திறந்து நீ ஒரு திருமொழி சொல்லாய் அற்றை திங்களன் நிலவில் நெற்றி தரள நீர் வடிய கொற்ற பொய்கையாடிയവൾ നീയാ. ക്രൗഞ്ച പക്ഷികളാണ് ശരിക്കും രാമായണത്തിന് വഴി തിരിച്ചത്. ക്രൗഞ്ച പക്ഷികൾ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് ഒരു വേടൻ വന്ന് ആൺപക്ഷിയെ കൊല്ലും. അങ്ങനെ ഒരു ശാപം കിട്ടുന്നതാണ് ഈ വേടന്. ആ ശാപമോക്ഷത്തിൽ നിന്നാണ് വാൽമീകിയുടെ ജനനം. പവോന്റെ ആ പേരിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വോ ഫാക്ടർ. നിങ്ങളുടെ ഡാൻസിൽ ആ വോ ഫാക്ടർ ഇല്ലായിരുന്നു. ഡാൻസിലെ പൗ ഉണ്ടായിരുന്നു. പൗ ഉണ്ടായിരുന്നു. അതെ, വൗ ഉണ്ടായിരുന്നു.